ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പന് പ്രണാമം. ഇന്ന് ജയദേവ കവിയുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതമായ സംഭവത്തെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ജയദേവ കവിക്ക് ഒരിക്കൽ ഭഗവാനെ പറ്റി പാട്ടുകളുണ്ടാക്കി ഭഗവാനെ സന്തോഷിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉദിച്ചു. അങ്ങനെ ഗീതാഗോവിന്ദം എന്നു പേരായ അഷ്ടപതി ഉണ്ടാക്കി ജഗന്നാഥസ്വാമിയുടെ സന്നിധിയിൽ പോയി ഭാര്യയായ പത്മാവതിയുടെ കൂടെ പോയി പാട്ടുപാടി നൃത്തം ചെയ്തു പോന്നു. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു ദിവസത്തിൽ ജയദേവന് രാസക്രീഡയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ദിവസം കൃഷ്ണൻ രാധയോട് പറയുന്ന ഒരു അവസരത്തിൽ, ഹേ രാധേ, നിൻ്റെ പാദം എൻ്റെ ശിരസിൽ വയ്ക്കുക, അതെനിക്ക് ഒരു ഭൂഷണമായിട്ട് എൻ്റെ ഒരു തിലകക്കുറിയായിട്ട് തിളങ്ങട്ടെ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പാടുവാൻ തോന്നി. അപ്പോൾ ജഗദീശ്വരനായി നിൽക്കുന്ന ഭഗവാനെ പറ്റി അങ്ങനെ പാടുന്നത് തെറ്റാണോ എന്നൊരു ചിന്ത കൂടി വന്നു. ഇങ്ങനെ ചിന്താക്കുഴപ്പത്തിലായ ജയദേവ കവി ആ ഒരു പദം പാടേണ്ട എന്ന് തന്നെ വെച്ചു. പക്ഷെ അതിന് പകരം ചേർക്കാനായിട്ട് അവിടെ ഒരു പദം എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു എഴുതിക്കൊണ്ടിരുന്നത് നിർത്തി ആ ഗ്രന്ഥം അകത്ത് കൊണ്ടുവച്ചിട്ട് ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ച് വിഷമിച്ച് അദ്ദേഹം സ്നാനത്തിനായിപ്പോയി. അപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ജയദേവൻ്റെ രൂപം ധരിച്ച് അവിടെ വന്ന് പത്മാവതിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പത്മാവതി, ഞാൻ അകത്ത് വച്ചിട്ടുള്ള ആ ഗ്രന്ഥം ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടു തരൂ എന്ന്. അത് കേട്ട് പത്മാവതി ഗ്രന്ഥം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. ഭഗവാൻ ഗ്രന്ഥം വാങ്ങി. ജയദേവൻ മുമ്പ് ആലോചിച്ചതായ ആ പദത്തെ അതിലെഴുതി പത്മാവതിയുടെ കയ്യിൽ കൊടുത്ത് കുളിക്കാൻ പോകുന്നത് പോലെ കബളിപ്പിച്ചുകൊണ്ട് പോയി. മായക്കണ്ണനാണല്ലോ. അപ്പോൾ പത്മാവതിയെയും ജയദേവനെയും ഭക്തവാത്സല്യം കൊണ്ട് അദ്ദേഹം പറ്റിക്കുകയായിരുന്നു. ജയദേവൻ എഴുതാൻ മടിച്ചതായിട്ടുള്ള ആ പദത്തെ ഭഗവാൻ തന്നെ വന്ന് എഴുതുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ജയദേവൻ കുളിച്ച് വന്ന് പൂജയും ഭക്ഷണവും ഒക്കെ കഴിച്ചു. എന്നിട്ട് താൻ എഴുതി വച്ചിരുന്ന ആ ഗ്രന്ഥം എടുത്ത് അവിടെ നിന്ന് എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിൽ താൻ മനസ്സിലാലോചിച്ച ആ പദം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടു. ഇത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ലല്ലോ, ഇത് വേറെ ആരോ എഴുതിയതാണല്ലോ എന്നറിഞ്ഞ് ഭാര്യയോട്, ഇത് ആരാണ് എഴുതിയത്, ഞാൻ ഈ പദം എഴുതിയിട്ടേ ഇല്ലല്ലോ, ഇത് ഞാൻ എഴുതിയതല്ലല്ലോ, എൻ്റെ കൈയക്ഷരവുമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭാര്യ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നതല്ലേ, എന്നിട്ട് എന്നോട് ഗ്രന്ഥം വാങ്ങി അതിൽ എഴുതിയതല്ലേ, എന്നിട്ട് തിരികെ കുളിക്കാൻ പോയതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങല്ലാതെ ആരാണ് ഇവിടെ വന്ന് എഴുതുന്നത്? ഇതിങ്ങനെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ ജയദേവന് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അദ്ദേഹത്തിന് ഇതെന്താണ്, ഞാനിനി മറവിയിൽ വല്ലതും ചെയ്തോ എന്നിങ്ങനെ ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മനസ്സുഖമില്ലാതെ മനസ്സിനൊരു ഇതായി, ഇത് ഞാനിനി മറന്നു പോയതാണോ, ഈ പദം ഞാൻ എഴുതാൻ ആഗ്രഹിച്ചതല്ലല്ലോ, ഇത് ആരാണ് എഴുതിയത്? അപ്പോൾ ഭഗവാൻ അന്ന് രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ഞാനാണ് എഴുതിയത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ആ സ്വപ്നത്തിൽ ഭഗവാൻ വന്നൂലോ. പിന്നെ ആലോചിച്ചപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാൻ തൻ്റെ ഭാര്യയ്ക്ക് അവസരം കിട്ടി. തൻ്റെ വേഷത്തിലാണെങ്കിലും ഭഗവാൻ വന്നൂലോ. അങ്ങനെ ഭക്തി വളരെയധികം വർദ്ധിച്ച്, ഭാര്യയോടുള്ള സ്നേഹവും വർദ്ധിച്ച്, അതീവ ഭക്തിയും സ്നേഹവും നിറഞ്ഞ ഗീതാഗോവിന്ദം പാടി ഭഗവാനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ആ ഒരു ഗീതാഗോവിന്ദം ഗ്രന്ഥം മുഴുവനാക്കി ജഗന്നാഥ ഭഗവാനായിട്ടുള്ള ആ ശ്രീകൃഷ്ണന് സമർപ്പിച്ചു. അപ്പോൾ ഭക്തൻ്റെ മനസ്സറിഞ്ഞു വന്ന് അനുഗ്രഹിച്ച ആ ഭഗവാന് കോടി കോടി പ്രണാമം. അതോടൊപ്പം തന്നെ നമ്മളുടെ മോഹൻജിയുടെ സ്വപ്ന പദ്ധതിയായ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞ ക്ഷേത്രം വൃന്ദാവനത്തിൽ പണിയുന്നതിന് ആ ഒരു ക്ഷേത്രത്തിനും കോടി കോടി പ്രണാമം. ഇനി നമുക്ക് ഭഗവാൻ തന്നെ എഴുതിയ ആ ഒരു ശ്ലോകം ഒന്ന് കേട്ടാലോ. സ്മരകരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ജ്വലതി മയി ദാരുണോ മദനഗദദാരുണോ ഹരതു തതുപാഹിതവികാരം പ്രിയേ ചാരുശീലേ രാധേ ചാരുശീലേ.